2023 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ HSS വിഭാഗത്തിൽ എ ഗ്രേഡ് നേടിയ കഥ തോറ്റവന്റെ തോറ്റം. കണ്ണൂർ ആലക്കോട് NSS HSS 12ാം തരം വിദ്യാർത്ഥിനി റിഗ റോസ് ബാബു എഴുതിയ ഈ കഥയ്ക്ക് ശബ്ദം നൽകുന്നത് സൂര്യാംശു വർക്കല. കഥ തോറ്റവന്റെ തോറ്റം. മനുഷ്യരുടെ പാഞ്ഞു പോകുന്ന നിഴലുകൾ, വേട്ടപ്പട്ടികളെപ്പോലെ സായാഹ്ന നടത്തത്തിനിറങ്ങുന്ന റെയിൽവേ പാളങ്ങൾ, യാത്ര പറച്ചിലുകളുടെ വിരഹദുഃഖം താങ്ങാനാകാതെ വിള്ളലുകൾ വീണ നരച്ച നിറമുള്ള ബെഞ്ച്, ആകസ്മികതയുടെ പുറംതോടില്ലാതെ തങ്ങളുടെ വഴികൾ തേടി തിരക്കിൽ പായുന്ന യാത്രക്കാർ, യാത്രയിൽ പിന്നോട്ടോടുന്ന മരങ്ങളോടുള്ള കൗതുകം പോലും കണ്ണിൽ സൂക്ഷിക്കാത്ത വരണ്ട മുഖങ്ങൾ. റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുന്നതിനിടെ തന്നെ വരവേൽക്കാൻ പോകുന്ന ചിത്രങ്ങളെ വിഷ്ണു പെരുവണ്ണാൻ മനസ്സിൽ സങ്കൽപ്പിച്ചു. കാറ്റിനോട് വഴക്കടിക്കുന്ന മുടികൾക്ക് പകരം ഓർമ്മകളെ ചീകി ഒതുക്കുന്ന തിരക്കിലേക്ക് അപ്പോഴേക്കും അയാൾ വീണ് കഴിച്ചിരുന്നു. ഓർമ്മകളുടെ പടവുകളിലാകെ പായലിന്റെ വഴുവഴുപ്പുണ്ട്. എങ്കിലും ആ പടവുകളിലൊന്നും അയാൾ തെന്നി വീണതേയില്ല. അന്തിത്തോറ്റത്തിന്റെ ഈരടി കാതുകളിലും മനസ്സിലും ജീവിതോന്മാദത്തിന്റെ കണ്ണാടിച്ചില്ല് കണക്കെ തുളച്ചു കയറുന്നതായി വിഷ്ണുവിന് തോന്നി. പരാതി പറയാനാവില്ല. തീവണ്ടിയുടെ ചൂളം വിളികളും തോറ്റങ്ങളുടെ താളവുമില്ലായിരുന്നുവെങ്കിൽ തരിശുഭൂമിയാകുമായിരുന്നു പെരുവണ്ണാന്റെ കരകളും സമുദ്രവും. തെയ്യം കുലത്തൊഴിലാ ഉണ്ണി, പണമല്ല മാനദണ്ഡം. നമ്മൾ ദൈവങ്ങളാ, മറ്റുള്ളവരെ കാത്തു പരിപാലിക്കാന്ന് ഉറപ്പു കൊടുക്കണ്ടോരാ. 12ാം വയസ്സിലാണ് മടിയിലിരുത്തി വിരലുകളിൽ തലോടി അച്ഛൻ ഇതു പറഞ്ഞത്. കൃത്യം 6 വർഷങ്ങൾക്കിപ്പുറം തീപ്പൊള്ളലേറ്റ് മരിച്ച അച്ഛന്റെ ശരീരം ദഹിപ്പിച്ച ശേഷം ഈറനോടെ നിൽക്കുന്ന വിഷ്ണുവിനെ നോക്കി അരങ്ങം ദേശത്തെ ജനങ്ങളാകെ തൊഴുതു നിന്നു. തൊണ്ടച്ചൻ പോയില്ലേ മോനെ, ഇനി പരദേവതയുടെ കൃപ നിനക്കാ. കരയുന്ന ദൈവങ്ങളെ ആവശ്യമില്ലാത്ത മനുഷ്യർക്കിടയിൽ വീണുപോകാതിരിക്കാൻ വിഷ്ണു പെരുവണ്ണാൻ വിശ്വാസങ്ങളുടെ ഭാരമുള്ള തെയ്യക്കുപ്പായമണഞ്ഞു. ഏറിയൊരു ഗുണം വരണം എന്ന് വിഷ്ണു ഉച്ചരിച്ചപ്പോഴൊക്കെ നാട് വണങ്ങി നിന്നു. ദേഹം പൊള്ളിയപ്പോഴും മലവിസർജനം നടത്തവേ ചാരം ക്ലോസറ്റിൽ പൊടിഞ്ഞു വീഴുന്നത് കണ്ടപ്പോഴും ഉടുത്തുമാറാൻ വസ്ത്രങ്ങളില്ലാതായപ്പോഴും ദൈവങ്ങൾ പരാതിപ്പെടാറില്ല എന്ന സമസ്യയ്ക്കുള്ളിൽ വിഷ്ണു തലയിട്ടടിച്ചു. ചില രാത്രികളിൽ മാത്രം അവൻ വേറെ ജാതിയാ, എനിക്ക് അവന്റെ കൂടെ ഇരിക്കണ്ട എന്നു പറഞ്ഞ് തന്നെ നോക്കി നിലവിളിച്ച 7ാം ക്ലാസ്സിലെ സഹപാഠിയെ സ്വപ്നം കണ്ട് വിഷ്ണു ഞെട്ടി ഉണർന്നു. ജാതിയിൽ തന്നെ മുന്തിയ ജാതി ഉള്ളതുപോലെ ദൈവങ്ങളിലും മുന്തിയവ ഉണ്ടെന്നും അവിടെയും താൻ അധകൃതന്റെ ദൈവം മാത്രമാണെന്നുമുള്ള തിരിച്ചറിവിൽ ഇടയ്ക്ക് ദേഹമാസകലം പൊള്ളിപ്പനിച്ചു. മേന്മകളുടെയും അധികാരത്തിന്റെയും വെള്ളക്കുപ്പായങ്ങൾ അണിഞ്ഞ ദൈവങ്ങൾക്ക് മാത്രമേ ആഡംബരങ്ങൾക്കുള്ളിൽ സ്വസ്ഥത പ്രാപിക്കാനാവൂ. സാധാരണക്കാരന്റെ ദൈവത്തിന് അവരുടെ ഇടയിൽ നിന്ന് വേദനകളുടെ വിഹിതത്തെ ഒപ്പിയെടുത്ത് സ്വയം നീറാനാണ് വിധി എന്ന് വിഷ്ണു സമാശ്വസിച്ചു. നിന്റെ ജാതീയതെന്നറിയോ? മേലാൽ പ്രേമൊന്നും മിണ്ടരുത്. നാട്ടിൽ ആൽമരച്ചോട്ടിൽ വെച്ച് ഋതുപർണ എന്ന കൂട്ടുകാരി പ്രണയം നിഷേധിച്ച നിമിഷത്തിലാണ് താൻ ഇല്ലായ്മയുടെ ദൈവം മാത്രമല്ല നിഷേധിക്കപ്പെടുന്നവന്റെ ദൈവവുമാണ് എന്ന് വിഷ്ണു തിരിച്ചറിഞ്ഞത്. നീയല്ലേടാ എന്റെ ഐഫോൺ കെട്ടത്? ഉഗ്രനൊരു തെറിപ്പദത്തിന്റെ അകമ്പടിയോടെ കോളേജ് അധ്യാപകന്റെ ചോദ്യം. ഞാനല്ല, എനിക്കറിയില്ല. നിസ്സഹായമായ വിഷ്ണുവിന്റെ ശബ്ദം. നിന്നെ കണ്ടാൽ അറിയാലോടാ നീ കള്ളനാണെന്ന്. 3 വാചകങ്ങൾ. അവയ്ക്കിടയിൽ നിസ്സഹായതയുടെയും അധികാരഭാവത്തിന്റെയും 4 കണ്ണുകൾ. കലയുടെയും കലാപത്തിന്റെയും ചോദ്യഭാവം. ജന്മം തന്നെ ജീവപര്യന്തമായവന്റെ ഒച്ചയില്ലാത്ത നിലവിളി. ഒരേ സമയം ഒരിടത്ത് വിഷ്ണു പെരുവണ്ണാൻ ദൈവമായി. അടിച്ചമർത്തപ്പെട്ടവനിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഉറഞ്ഞു തുള്ളി ചിലമ്പൊച്ചകളിലൂടെ വ്യവസ്ഥിതികളോടുള്ള കലഹവും തന്റെ ജനത്തോടുള്ള കാരുണ്യവും പതഞ്ഞു തൂകി. ആധിയും വ്യാധിയും മാറാൻ, പരിഭവമറിയിക്കാൻ വിഷ്ണു പെരുവണ്ണാൻ കെട്ടുന്ന തെയ്യക്കോലത്തിനു മുന്നിൽ ജനം വരിനിന്നു. കാവിൽ വെളിച്ചം തെളിഞ്ഞ്
താളം തുടങ്ങുമ്പോഴേക്ക് നാട് അനുഗ്രഹവചസ്സിനായി കാതോർത്തു. അതേസമയം മറ്റൊരിടത്ത് പകൽ വെളിച്ചത്തിൽ വിഷ്ണു പെരുവണ്ണാൻ അടുത്തു നിർത്താൻ കൊള്ളാത്തവനും ജാതിയുടെ നാറ്റമുള്ള മേൽവിലാസമില്ലാത്തവനുമായി വിവേചനങ്ങളുടെ ഭൂഖണ്ഡങ്ങൾക്കിടയിൽ തന്റെ ഇടത്തിനായി പരിഭ്രമത്തോടെ കണ്ണോടിച്ചു. ദൈവക്കോലത്തിനും വിശക്കുമെന്നും കീശയിലോ ജന്മരഹസ്യത്തിലോ എന്തെങ്കിലും രീതിയിൽ മിനുമിനുപ്പുള്ള തിളക്കമില്ലെങ്കിൽ സ്വത്വബോധത്തിന്റെ ദുരിതക്കയങ്ങൾ ശ്വാസം മുട്ടിക്കുമെന്നും വിഷ്ണു ബോധവാനായി. അന്തസ്സില്ലാത്ത ദൈവമെന്ന് സ്വയം ശപിച്ച് അന്തസ്സുള്ള മനുഷ്യനാവാൻ തീരുമാനമെടുത്തത് അങ്ങനെയാണ്. ചൂഷണം ചെയ്യപ്പെടാത്തവന്റെ നിറമാണ് വെളുപ്പ് എന്ന് മലയാളം മാഷിന്റെ പ്രസ്താവന തോളിൽ കൈയിട്ട നിമിഷം മുതലാണ് വെളുത്ത വസ്ത്രമുള്ള ജോലിക്കുപ്പായമാണ് തന്നെ ജീവിതത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന തോന്നൽ വിഷ്ണുവിനുണ്ടായത്. തെയ്യച്ചോപ്പല്ല, അധികാര വെളുപ്പ്. അങ്ങനെ വെളുത്ത നിറമുള്ള ജോലി സ്വന്തമാക്കാനാണ് വിഷ്ണു തീവണ്ടിയിലെ TTR-ആയത്. വിഷ്ണുവിന് ഓർമ്മകൾ കഴുത്തിൽ കുത്തിപ്പിടിക്കുന്നതായി തോന്നി. കർണാടകയിൽ ദളിത് കുഞ്ഞുങ്ങളെ കൊണ്ട് കക്കൂസ് ടാങ്ക് വൃത്തിയാക്കിപ്പിച്ച വാർത്ത ഇന്നലെ അറിഞ്ഞിരുന്നു. താനിനി അതോർത്താകുലപ്പെടേണ്ട. തനിക്ക് വെള്ളക്കുപ്പായമുണ്ട്, 5 അക്ക ശമ്പളവും മറ്റൊരുവനെ വാഹനത്തിൽ നിന്ന് പുറത്താക്കാൻ വരെയുള്ള കരുത്തുമുണ്ട്. ഇനി താനെന്തിന് ഭയക്കണം? വിഷ്ണു ചിരിച്ചു. സമാധാനത്തിന്റെ ചിരി. സമയമായി കഴിഞ്ഞു. ഫസ്റ്റ് AC ക്ലാസ്സിലാണിന്ന്. വടക്കേ ഇന്ത്യയിൽ നിന്ന് തെക്കേ ഇന്ത്യയിലേക്ക് ഏതോ സമ്മേളനത്തിനായി വരുന്ന രാഷ്ട്രീയ നേതാക്കളാണ് ബോഗി നിറയെ. ട്രെയിനിന്റെ ചൂളം വിളി പ്രത്യാശയുടെ മണിമുഴക്കം പോലെ. TTR-ന്റെ വെള്ളക്കുപ്പായം മുഖ്യ കാർമ്മിയുടെ വിശുദ്ധ കുപ്പായം പോലെ. ടിക്കറ്റുകൾ പരിശോധിക്കുന്ന സമയത്ത് ടാബിൽ നിന്നുയരുന്ന ശബ്ദം കാഹളങ്ങൾ പോലെ. എന്തൊരു സമാധാനമാണ്! രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ആരാധനാഭാവമായിരിക്കും. വിഷ്ണുവിന് ചിരി വന്നു. ആവർത്തിച്ചാവർത്തിച്ചുള്ള ചിരി. ആ ചിരി നിന്നത് ഫോൺ നിർത്താതെ ശബ്ദിച്ചപ്പോഴാണ്. മേലാഫീസറുടെ വിളിയാണ്. ഫോൺ എടുത്തതും പെരുവണ്ണാനിൽ നിന്ന് ചിരിയുടെ അംശം പോലും വറ്റിപ്പോയി. വടിവൊക്കാത്ത ഹിന്ദിയിൽ തന്റെ ജാതി ചോദിക്കുകയാണ് അയാൾ. ജാതി പേര് മറുപടിയായി ഉച്ചരിച്ചു കഴിഞ്ഞ നിമിഷം മറുതലയ്ക്കൽ ഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. അയിത്തബോധമുള്ള മാനവിക ബോധമില്ലാത്ത നേതാക്കളത്രയും ബോഗിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിയമങ്ങളെ തിരുത്തി എഴുതി TTR-നെ ഇറക്കിവിടാൻ സാധിക്കാത്തതിലെ രോഷം കുത്തേക്ക ബച്ച എന്ന പദത്തിനുള്ളിൽ അവർ കടിച്ചമർത്തി. ശൂന്യമായ തീവണ്ടി മുറിയിൽ വെള്ളക്കുപ്പായത്തിനുള്ളിൽ പ്രതീക്ഷയുടെ അന്തിത്തിരുനാളം കെട്ടുപോകുന്നതറിഞ്ഞ വിഷ്ണു പെരുവണ്ണാൻ ചലനമറ്റ് നിന്നു. ജീവിതമാകുന്ന റെയിൽവേ പാളത്തിലേക്ക് ലോകം തന്നെ തൊഴിച്ചു വീഴ്ത്തുകയാണോ എന്നയാൾ ഭയന്നു. ഏറ്റവും വലിയ ജനാധിപത്യ ബഹുസ്വര മതേതര രാഷ്ട്രമെന്ന വിശേഷണത്തിൽ ഇന്ത്യക്ക് ശ്വാസം മുട്ടി. പ്രതിജ്ഞയിലെ വരികളെ നോക്കി മതങ്ങളാകെ പരിഹസിച്ച് ചിരിച്ചു. ഭരണഘടനയുടെ കണ്ണുകളിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. തനിച്ചായ തീവണ്ടി മുറിക്കുള്ളിൽ നിന്ന് വിഷ്ണു പെരുവണ്ണാന്റെ ദേഹത്താകെ അസുരന്മാരെ മുച്ചൂടും മുടിക്കാനുള്ള വ്യഗ്രത പടർന്നു പിടിച്ചു. അന്തിത്തൊറ്റങ്ങൾ മുറവിളികളായി ചലിക്കുന്ന തീവണ്ടി മുറിക്കുള്ളിൽ നിന്ന് സംഹാരശക്തിയോടെ ഒറ്റയ്ക്ക് നിന്ന് പെരുവണ്ണാൻ ഉറഞ്ഞു തുള്ളി. അയാളുടെ കണ്ണുകളിൽ നിന്ന് അപമാനഭാരത്തിന്റെ ലാവ അപ്പോഴും ഉരുകി ഒലിക്കുന്നുണ്ടായിരുന്നു. കണ്ണൂർ ആലക്കോട് NSS HSS-ലെ 12ാം ക്ലാസ് വിദ്യാർത്ഥിനി റിഗ റോസ് ബാബു എഴുതിയ തോറ്റവന്റെ തോറ്റം എന്ന കഥ. കഥയ്ക്ക് ശബ്ദം നൽകിയത് സൂര്യാംശു വർക്കല. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾക്കും അഭിപ്രായങ്ങൾക്കുമായി വിളിക്കാം 8593825819.